ശ്രീ രഞ്ജിത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ തുടർ നീക്കങ്ങൾ എപ്രകാരമാണ്? ഞങ്ങൾ 3 മണി ഇന്ന് 5ാം ദിവസമാണ് 3 മണി എത്തുന്നവർ ഇത് റോങ് ആയിട്ടുള്ള ദിശയിലാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ വിഷമകരമുണ്ട്. ഇപ്പോൾ ലൈവിന് കേരളത്തിലുള്ള എല്ലാ ചാനലുകൾക്കും ലൈവ് കൊടുത്ത് നമുക്ക് അധികം സംസാരിക്കാൻ സമയമില്ല. കാരണം ഇത് മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഭയങ്കര ചെളിയും ദേഹം മുഴുവൻ ചെളിയും. ഇപ്പോഴാണ് അല്പം കഴിക്കുന്നത് തന്നെ. എന്നുള്ള ഉറക്കമില്ല, വെള്ളം പോലെ കുടിക്കുന്നത് അതിന്റെ പുറകിലായിരുന്നു. ഒരു 3 മണിയുടെ റോങ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ കളക്ടറിന് ആവശ്യപ്പെട്ട ഒരു പോയിന്റ് ട്രേസ് ചെയ്തിട്ടുണ്ട് GPS ലൊക്കേഷൻ വെച്ച്. അത് 100% അത് ട്രക്കാന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ആ ഇതിലേക്ക് ഒരു 5 പ്രൊക്ലൈനേഴ്സ് കളക്ടറിന് ആവശ്യപ്പെട്ട് ആ ദിശയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സെർച്ച് നടത്തേണ്ട അവിടെ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ മനാഫിന്റെയൊക്കെ നിഗമം, അതായത് ഇവരൊക്കെ ബന്ധുക്കളൊക്കെ നിയമം പോലെ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആ പൊസിഷനിൽ കറക്റ്റ് സെർച്ച് നടന്നിട്ടില്ല. നമ്മളപ്പോൾ 5 പ്രൊക്ലൈനേഴ്സ് മാറ്റി ആ കറക്റ്റ് പൊസിഷനിൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. രഞ്ജിത്ത്, അതോടൊപ്പം ഒന്ന് ചോദിക്കട്ടെ, ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് എത്താൻ എത്ര മണിക്കൂറുകളുടെ ഒരു കാലതാമസം വരും? എല്ലാം മണ്ണ് വളരെയധികം എന്താ പറയാ അരക്കെട്ട് താഴ്ന്നു പോകണം. ഇപ്പൊ ആദ്യമായിട്ടാണ് അവിടെ കയറി നമ്മൾ വന്നതിന് ശേഷമാണ് അതിന്റെ മുകളിൽ GPS എടുക്കുന്നത് തന്നെ. അരക്കെട്ട് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ചെളിയാണ് അവിടെ. എന്നാൽ അതിന്റെ മുകളിൽ GPS എടുക്കേണ്ടതുണ്ട്. കാരണം ആ ലൊക്കേഷൻ നമ്മളിപ്പോൾ ഒരു ട്രേസ് ചെയ്ത ഭാഗത്ത് അവിടെയാണ് ഇപ്പം ഇത് പ്രൊക്ലൈനേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദിശ കാണിച്ചുകൊണ്ട് ഇപ്പൊ ആ ദിശ നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പോൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ദിശ അനുസരിച്ച് അവിടെ എല്ലാം ഒന്ന് സെർച്ച് നടക്കാം, ഡീപ്പായിട്ടുള്ള സെർച്ച് നടക്കുകയാണത്. രാത്രിയായി കഴിഞ്ഞല്ലോ, എത്ര സമയം വരെ ഈ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് അവിടുന്ന്? ഇല്ല, മാക്സിമം ഇപ്പൊ ഔട്ട് ചെയ്യാം. ടയർഡാണ്, ഉറങ്ങിയിട്ടില്ല, എല്ലാം ടയർഡാണ്, വളരെ ഇതാണ്, വിട്ടുവിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മള് ചെയ്യാണ്. കാരണം നമുക്കൊരു സഹോദരൻ അവിടെ കിടക്കുകയാണ്. ഒരു അർജുൻ എന്ന് പറഞ്ഞ ദിവസം 5 അനാസ്ഥ കൊണ്ട് 5 ദിവസം കഴിയുന്നു. രഞ്ജിത്ത്, സ്വമേധയാ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതാണ് രക്ഷാപ്രവർത്തനത്തിന്? സ്വമേധയാണ്. ഞാൻ NDRFന്റെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരും ഇത് ലൊക്കേഷൻ ഇട്ട് ഇവിടെ വന്നപ്പോ കളക്ടർ ഗണേഷ് കുമാർ സാർ സപ്പോർട്ട് വന്നിട്ടുണ്ട്. സാർ വന്നപ്പോൾ കളക്ടർ ഓൺ ദ വേക്ക് തന്നെ പുള്ളിക്കാരി വിളിച്ചായിരുന്നു. ഒരു സ്ത്രീ ആയിരുന്നു ഇവിടെ നിൽക്കുന്നത്. സംസാരിച്ച കാര്യങ്ങളെല്ലാം ഉള്ളല്ലേ. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ ഇവിടുത്തെ ഇത്ര നേരം വെറും മോശമായിട്ടുള്ള സെർച്ച് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. വളരെയധികം ഈ 5 ദിവസവും കളഞ്ഞ് കുളിച്ചുള്ള ചേർച്ചായിരുന്നു. രഞ്ജിത്ത്, അതായത് ഇപ്പോഴും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആവശ്യത്തിന് ആൾക്കാരുണ്ട് എന്ന് തന്നെയാണോ രഞ്ജിത്തിന്റെ അഭിപ്രായം? യന്ത്രം വെച്ച് അങ്ങനെയുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ ട്രയാങ്കിൾ നമ്മളൊരു സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിനകത്തുള്ള മാത്രം ഡിഫറൻസ് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ നടത്തുന്ന തിരച്ചിലെങ്കിലും താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൃപ്തിയുണ്ടോ? ഇപ്പോഴാണ് ജസ്റ്റ് തൃപ്തിയാണ്. നമ്മള് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ഹൈ ചാൻസ് ഉള്ള ഒരു സ്ഥലങ്ങളാണ് നമ്മൾ ആദ്യം സെർച്ച് തുടങ്ങുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ ലോ ചാൻസിലേക്ക് നീങ്ങത്തുള്ളൂ. നമ്മൾ ഹൈ ചാൻസിലോടെ തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ NDRF ആയിട്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് ചെയ്യുന്നത്. NDRF ആയിട്ടുള്ള കൂടി ആലോചിച്ച് ആ നിർദ്ദേശം കളക്ടറും ഡെപ്യൂട്ടി കളക്ടർ ഇന്നത്തെ ADM പിന്നെ മിനിസ്റ്റർ വന്നായിരുന്നു, MLA. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു മൂവ്മെന്റാണ് നടത്തുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് അറിയാമല്ലോ, ആദ്യ മണിക്കൂറുകൾ വളരെ മന്ദഗതിയിലായിരുന്നു. ഒരു പക്ഷേ അല്പം കൂടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ. 5ാം ദിവസം വരെ ഇത് ഒരു റോങ് ദിശയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് എന്തോ ഒരു വഴിയിലെ ചെളിയും മണ്ണ് മാറ്റി കൊടുക്കുക, ചോറ് കിടക്കുന്ന അടിയൊന്നും മാറ്റുന്നില്ല. അവരെന്തോ ഒരു വേറെ രീതിയിൽ എന്തോ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് ഇവിടെ നിന്ന് സംസാരിച്ചത് ശരിയാകത്തില്ല. രഞ്ജിത്ത്, ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും അവരുടെ ഒരു പ്രതികരണം, ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാനിപ്പോ കാര്യങ്ങൾ മാത്രം ഇത് മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്കൊന്നുമില്ല. ഞാനിപ്പോ എന്തായാലും ഈ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമിച്ചത്. അപ്പൊ അതിൽ മാത്രം ഫോക്കസ് ഉള്ളു. ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ലോറി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. രഞ്ജിത്ത്, നമുക്ക് ലോറിയുടെ ഘടന അറിയാം. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ക്യാബിനൊക്കെ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഉള്ളത്. അർജുൻ അതിനുള്ളിലാണ് എങ്കിൽ അല്ല, ആ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമാണ്. ഇപ്പോൾ ആ ഫോക്കസ് നിൽക്കുകയാണ്. ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാണ് അത് നിൽക്കുന്നത്. നമ്മൾ ലോറി ഫൈൻഡ് ഔട്ട് അതിനകത്ത് ലോഗ് ഞങ്ങൾ തടിയോ പോയിട്ടുണ്ടെങ്കിൽ അത് ആ തടിയെ ട്രേസ് ചെയ്യാം. നമ്മൾ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഈ ലോറി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ ലോറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും വെളിയിറക്കാതെ 100% ഷുവർ. ലോറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും വെളിയിറക്കാതെ. അതിനുവേണ്ടിയാണ് അത് ഒരു ഹ്യൂജ് ലാൻഡ് സൈഡാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ഹെവി ആയിട്ടുള്ള ലാൻഡ് സൈഡാണ്. വീഡിയോ കാണുന്ന പോലെ അല്ല. അതെ, എന്തായാലും രഞ്ജിത്ത്, താങ്കളുടെ സേവനം അങ്ങേയറ്റം പ്രകീർത്തിക്കത്തക്കത് തന്നെയാണ്. വളരെ നന്ദി ഞങ്ങളോട് സംഭവ സ്ഥലത്ത് നിന്ന് ഇത്രയും സമയം പ്രതികരിച്ചതിന്. പ്രത്യാശയുടെ ഒരു പൊൻകിരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. GPS സംവിധാനങ്ങൾ ഇപ്പോൾ പാറയുടെയോ മണ്ണിൻ്റെയോ അല്ലാത്തതായിട്ടുള്ള സിഗ്നലുകൾ കാണിക്കുന്നുണ്ട്. അത് ഈ ട്രക്കിൻ്റേത് തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതീവ ദുഷ്കരം തന്നെയാണ്. ചെളിയും വെള്ളവും നിറഞ്ഞ വളരെ ഇളക്കമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യ സംഘത്തിന് അവിടേക്ക് എത്തിച്ചേരുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്.